ഏതോ ഒരു ഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു പതിക്കുന്ന ഒരു കൂട്ടം പാരസൈറ്റുകൾ. ആ പാരസൈറ്റുകൾ മനുഷ്യരെ അവരുടെ ഹോസ്റ്റായിട്ട് തിരഞ്ഞെടുക്കുകയും ആ മനുഷ്യരിലേക്ക് കടന്നു കയറി അവരുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി ഒരു പാരസൈറ്റിന്റെ ആക്രമണം നേരിടുകയും എന്നാൽ പൂർണ്ണമായി അതിന്റെ അധീനതയിൽ ആവാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു മ്യൂട്ടന്റ് ആയി അവർക്ക് പരിണാമം സംഭവിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെയും ഈ മറ്റുള്ള പാരസൈറ്റുകളെ അന്വേഷിച്ചിട്ടുള്ള അവിടുത്തെ ഗവൺമെന്റിന്റെ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന വളരെ ത്രില്ലിംഗ് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് പാരസൈറ്റ്. കഥയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ വിഷ്വലിയും നന്നായി എടുത്തു വെച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി മേക്കിംഗ് ഉള്ള അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉള്ള എവിടെയും വലിയ ലാഗ് അടിക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർക്കാവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് പാരസൈറ്റ് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില അഭിനേതാക്കളുടെ പ്രകടനം വളരെ മികച്ചതായിട്ടും ചിലതൊക്കെ അല്പം ഇമ്മച്ചുവേർഡായിട്ടും ഫീൽ ചെയ്തു. കഥാപാത്രങ്ങൾക്കിടയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ചിലയിടത്തൊക്കെ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നായികയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ഒരു ആർക്കൊക്കെ വളരെയധികം അപ്രീഷിയബിൾ ആണ്. ഈ മോൺസ്റ്റർ സിനിമകളും അത്തരത്തിലുള്ള പ്രസന്റേഷൻ വരുന്ന കാര്യങ്ങളും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ പാരസൈറ്റുകൾ തമ്മിലുള്ള ഫൈറ്റും അവർ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സീരീസുകളും സിനിമകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് പാരസൈറ്റ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സീരീസ് കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.